ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈങ്കുനി ഉത്രം. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, സാക്ഷാൽ ശ്രീ മുരുക ഭഗവാനെയും ശിവഭഗവാനെയും രാമഭഗവാനെയും എല്ലാം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിനമാണ്. ഇന്ന് വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്ത് പ്രാർത്ഥനകൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാകും. ഏത് മന്ത്രം ചൊല്ലണം, എങ്ങനെ വ്രതമനുഷ്ഠിക്കണം, ഏതു രീതിയിൽ വഴിപാട് ചെയ്യണമെന്നെല്ലാം കഴിഞ്ഞ 2 വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്, സമയം കിട്ടുമ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് മുന്നേ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ ഒരു സമയത്ത് നിങ്ങൾ 21 പ്രാവശ്യം ചൊല്ലേണ്ട 2 വരി മന്ത്രത്തെക്കുറിച്ചാണ്. ഇത് മന്ത്രമാണ്, ഇത് തിരുനാമമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശുദ്ധമായിരിക്കുന്ന സമയത്ത് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അഥവാ ഞങ്ങൾ നോൺ വെജ് കഴിച്ചു, ഞങ്ങൾക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അറിയാതെ കഴിച്ചു പോയി, അല്ലെങ്കിൽ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ മന്ത്രം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്ന് വഴിപാട് ചെയ്ത് ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്രയും അത്യുത്തമം. കാരണം ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിൽ തിരുക്കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഭഗവാന്റെയും ദേവിയുടെയും വിവാഹ ദിവസമായിട്ട് കരുതപ്പെടുന്ന ഈ ഒരു ദിവസത്തിൽ തിരുക്കല്യാണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, തിരുപ്പരംകുன்றത്തിൽ ദേവയാനി അമ്മയ്ക്കും മുരുക ഭഗവാനും ഇന്ന് വിവാഹം കഴിഞ്ഞ ദിവസമാണ്. അത് വളരെയധികം ആഘോഷത്തോടു കൂടി നടന്നു വരുന്ന ഒന്നാണ്. അങ്ങനെ ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു, വള്ളി അമ്മയുടെയും നമ്മുടെ മുരുക ഭഗവാനെയും വിവാഹം ചെയ്ത ദിവസം എപ്പോഴാണ് എന്നുള്ള ചോദ്യം. അതിനുള്ള മറുപടി എന്താണെന്നാൽ, നമ്മുടെ ഈ ഷഷ്ടി വ്രതം, മഹാസ്കന്ധ ഷഷ്ടി വ്രതം വരില്ലേ, ആ ഒരു 6 ദിവസത്തെ വ്രതം കഴിഞ്ഞ് 7ാം ദിവസം വരുന്ന തിരുക്കല്യാണമാണ് വള്ളിയമ്മയെ തിരുത്തണി ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ വിവാഹം കഴിച്ച ദിവസമായിട്ട് പറയപ്പെടുന്നത്. അതായത് ദൈവാനി അമ്മയുടെ കൂടെ മുരുക ഭഗവാൻ വിവാഹം കഴിഞ്ഞത് പങ്കുണി ഉത്രം ദിവസവും, അതുപോലെ തന്നെ വള്ളിദേവി വിവാഹം കഴിച്ച ദിവസമായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ മഹാസ്കന്ധ ഷഷ്ടി വ്രതത്തിൻ്റെ 7ാം ദിവസവുമാണ്. ശൂരപത്മാസുരനെ വധം ചെയ്യുവാനായിട്ട് മുരുക ഭഗവാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ദേവാദിദേവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ദൂതിനായിട്ട് പോയ വീരബാഹു ദേവന്മാരെ രക്ഷിച്ചാൽ മുരുക ഭഗവാന് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ഇന്ദ്രനോട് ചോദിക്കുകയും അതിന് മറുപടിയായിട്ട് ദേവസേനയെ വിവാഹം കഴിച്ചു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തത് മുഖാന്തരമാണ് ഈ പങ്കുനി ഉത്രം ദിവസം തിരുപ്പരംകുன்றത്തിൽ നമ്മുടെ ദേവയാനി അമ്മയും മുരുക ഭഗവാനും വിവാഹം കഴിച്ചത്. പക്ഷേ മുരുക ഭഗവാൻ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടുകൂടി വിവാഹം കഴിച്ചതാണ് നമ്മുടെ വള്ളിയമ്മയെ. അത് കഴിഞ്ഞ ജന്മത്തിലെ കഥകളെല്ലാം കണ്ടിന്യൂ ആകുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ കഴിഞ്ഞ നമ്മുടെ മഹാസ്കന്ധ ഷഷ്ടി വ്രതത്തിൻ്റെ സമയത്തുള്ള വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു വിവാഹ ദിവസങ്ങളിൽ നമ്മൾ ഭഗവാനോട് ഏത് കാര്യങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ചോദിക്കുകയാണെങ്കിലും, ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒന്നാണ് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചോദിക്കുക എന്നുള്ള കാര്യം. കാരണം ഒരു തുളി വിശ്വാസം പോലും ഇല്ലാതെ നിങ്ങൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടില്ല. എപ്പോൾ നമ്മൾ മുരുക ഭഗവാനെ ശരണാഗതി അടയുന്നുവോ, എപ്പോൾ ഭഗവാനെ നമുക്ക് കൺകുളിരെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീർ താനേ വരുന്നുവോ, അത് സന്തോഷത്തിൻ്റെ കണ്ണീരാകാം, ദുഃഖത്തിൻ്റെ കണ്ണീരാകാം, പക്ഷെ താനേ നമ്മൾ അറിയാതെ കണ്ണുനീർ വരുന്നുവോ ആ സമയത്ത് മനസ്സിലാക്കാം ഭഗവാനും നമ്മളും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വാസത്തോടു കൂടി ഏതൊരു പ്രാർത്ഥനകളാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചോദിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന നിറവേറി കിട്ടുവാൻ അധിക നാൾ നമ്മൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇന്ന് രാത്രി 12 മണിക്ക് മുന്നേ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഈ മന്ത്രം ജപിച്ചാൽ മതി. ഇതിനായിട്ട് സമയമൊന്നും നമ്മൾ പ്രത്യേകിച്ച് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ന് ശാന്തമായ മനസ്സോടുകൂടി ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ഇരുന്നു കൊണ്ട് താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ട് നമ്മൾ സ്ട്രെയിറ്റായിട്ട് എങ്ങനെ ഇരിക്കുന്നത്, ഒരു ധ്യാനം ചെയ്യാൻ എങ്ങനെ ഇരിക്കുന്നുവോ അതേ രീതിയിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് 21 പ്രാവശ്യം ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ, ഓം ശരവണ ഭവായ നമ, ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ, ഓം ശരവണ ഭവായ നമ, ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ, ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം 21 പ്രാവശ്യം ചൊല്ലാം. അതിനുശേഷം നിങ്ങൾ സാധാരണ ഓം ശരവണ ഭവ നിങ്ങൾക്ക് എപ്പോഴും എഴുതി ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുടർച്ചയായിട്ട് എഴുതാം. ഇനി ശീലമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ
ഓം ശരവണ ഭവായ നമ എന്ന് എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ ഓം ശരവണ ഭവ എന്നും എഴുതാം, ഓം ശരവണ ഭവായ നമ എന്നും എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പേജ് നിറയെ അല്ലെങ്കിൽ ഒരു 108 പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ്. ഇന്ന് മുതൽക്ക് ഒരൊറ്റ ആഗ്രഹത്തെ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ 6 ദിവസം തുടർച്ചയായിട്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എഴുതി വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ത് വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ അത് എന്തും തന്നെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഉടനടി നിറവേറി കിട്ടും. വീട്ടിൽ മനസ്സമാധാനമില്ലായ്ക, അതുപോലെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നം, വരുമാനത്തിൽ കുറവ്, അതുമാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകൾ അനുഭവിക്കുക തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി തന്നെയാണ് സാക്ഷാത് ശ്രീ മുരുക ഭഗവാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മുരുക ഭഗവാനെ ഏതു രീതിയിലെല്ലാം വഴിപാടുകൾ ചെയ്ത് മന്ത്രം ജപിച്ച് പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ അത് രീതിയിലെല്ലാം തന്നെ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്ന് വേൽമാറൽ മഹാമന്ത്രമോ സ്കന്ദഷഷ്ടി കവച പാരായണമോ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും അവസാനിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു സുദിനമാണ്. ഇന്ന് സന്തോഷത്തോടുകൂടി ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുവാൻ കാത്തു നിൽക്കുകയാണ്. കൂടെ ദേവയാനി അമ്മയും ഉണ്ട്. അവരോട് നമ്മൾ ഏത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഇന്ന് അത് നിറവേറ്റി തരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കല്യാണ ദിവസങ്ങളിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആരോടും ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അത് ഉടൻ തന്നെ നിറവേറി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. നമ്മൾ നമ്മുടെ ന്യായമായ ആവശ്യങ്ങളാണ് ഭഗവാനോട് ചോദിക്കുന്നത്, അല്ലാതെ വേറെ ആരെയും ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ന്യായമായ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഉടൻ തന്നെ നിറവേറി കിട്ടും. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരു 3 പേർക്കെങ്കിലും അന്നം ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് വന്ന് പറയുകയാണെന്നൊന്നും കരുതണ്ട. ഞാൻ എപ്പോഴും നമ്മുടെ ഓരോ നല്ല ദിവസങ്ങൾ വരുന്ന സമയത്ത് അന്നദാനം ചെയ്യാൻ പറയാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ അന്നദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് തുകയൊന്നും വേണ്ട. ഒരു 20 രൂപയുടെ തൈര് സാദം നമുക്ക് ഓരോ പൊതി നമുക്കൊരു 3 പേർക്ക് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 6 പേർക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10ഓ 15ഓ പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ പാപകർമ്മഫലങ്ങൾ, നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മുടെ മുജ്ജന്മ കർമ്മഫലങ്ങളാണ്. ആ കർമ്മഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പോകുവാൻ സഹായിക്കുന്ന ഒന്നാണ് അന്നദാനം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും അന്നദാനം ചെയ്യുന്നത് മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അന്നദാനം ചെയ്യുന്നത് മുഖാന്തരമോ നമ്മുടെ പാപകർമ്മഫലങ്ങളെല്ലാം ഇല്ലാതായി പോകും. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും. നമ്മൾ എത്ര തന്നെ വിഷമിച്ചിരിക്കുകയാണ്, എത്ര തന്നെ നമ്മളെ മറ്റുള്ളവർ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ ഒരു അവസാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കഴിവതും 3 പേർക്ക് അല്ലെങ്കിൽ 6 പേർക്ക് അന്നം ദാനം ചെയ്യുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൊണ്ട് എന്താണോ വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുന്നത്, ഇന്ന് കല്യാണ ദിവസമല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകണ്ടേ നമ്മൾ വധൂവരന്മാരെ കാണുവാൻ പോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മളിന്ന് പോകുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി നമ്മളൊരു 30 രൂപയ്ക്കോ 50 രൂപയ്ക്കോ പൂവെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോവുക. വളരെ നല്ലതാണ്. നമ്മൾ പാൽ, തൈര്, അഭിഷേകത്തിനായിട്ട് എല്ലാം കൊണ്ടുപോയി കൊടുക്കാം. പക്ഷേ ഇന്ന് ചില സ്ഥലങ്ങളിൽ രാവിലെ അഭിഷേകം കഴിഞ്ഞ് അലങ്കാരം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഭിഷേകം ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ പൂ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാം. അതുപോലെ മധുര പലഹാരങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് നെയ്ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നെയ്ദീപം അല്ലെങ്കിൽ നെയ്യ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാം, നല്ലെണ്ണ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാം. ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെല്ലം, അതായത് ശർക്കര നമുക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു വരിക. ഉടൻ തന്നെ അതെല്ലാം നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.